ഉത്തർപ്രദേശിലെ ഹാഡോയിൽ നിന്നും വന്ന വാർത്ത രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചു. 7 വർഷമായി കാണാതായ ഭർത്താവിനെ ഭാര്യ കണ്ടെത്തിയത് ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരു സ്ത്രീയുമായുള്ള റീൽസിലൂടെയായിരുന്നു. ഈ സംഭവം സമൂഹ മാധ്യമങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. 2017 ജിതേന്ദ്രകുമാർ ഷിലുവിനെ വിവാഹം കഴിക്കുന്നത്. ആർഭാടപൂർവ്വമുള്ള ചടങ്ങുകളോടെ നടന്ന വിവാഹം 2 കുടുംബങ്ങൾക്കും സന്തോഷം നൽകി. എന്നാൽ വിവാഹശേഷം ഷിലുവിന് സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരമായി ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ഇത് സഹിക്കാനാവാതെ ഷിലുവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ 2018 ഏപ്രിൽ 20 ജിതേന്ദ്രനെ കാണാതായി. മകനെ കാണാനില്ലെന്ന് കാണിച്ച് ജിതേന്ദ്രയുടെ പിതാവും പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ജിതേന്ദ്രയെ കണ്ടെത്താനായില്ല. ഒരു വ്യക്തിയുടെ തിരോധാനം എന്ന നിലയിൽ മാത്രമായി പോലീസ് ഫയലുകളിൽ ഈ കേസ് ഒതുങ്ങി. ഭർത്താവ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഷിലു 7 വർഷം കാത്തിരുന്നു. ഭർത്താവിന്റെ തിരോധാനത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയുമായിരുന്നില്ല. ഈ സമയത്ത് ഷിലു സ്വന്തം വീട്ടിൽ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഷിലുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരിലെ പ്രതീക്ഷ അവൾക്ക് കൈവിടാനായില്ല. വർഷങ്ങൾക്കിപ്പുറം ആകസ്മികമായിട്ടാണ് ഷിലുവിന്റെ കൺമുന്നിലേക്ക് ഭർത്താവിന്റെ ഇൻസ്റ്റഗ്രാം റീൽ എത്തുന്നത്. ആദ്യം ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് ഷിലുവിന് തോന്നി. എന്നാൽ അതിൽ കണ്ടത് ജിതേന്ദ്രയെയും മറ്റൊരു സ്ത്രീയെയുമായിരുന്നു. അവർ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെയുള്ള നിമിഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വീണ്ടും ആ റീൽ കണ്ടപ്പോൾ ഷിലുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവാണെന്ന് ഉറപ്പിച്ചതിന് പിന്നാലെ അവൾ റീലിന്റെ വിവരങ്ങൾ പോലീസിന് കൈമാറി. ഈ സംഭവത്തെക്കുറിച്ച് ഷിലു കോട്ട്വാലി സാൻഡില പോലീസിൽ പരാതി നൽകി. ഷിലു നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസിന്റെ അന്വേഷണം ജിതേന്ദ്രയുടെ പുതിയ ജീവിതം വെളിച്ചത്ത് കൊണ്ടുവന്നു. ഇയാൾ ലുധിയാനയിലേക്ക് താമസം മാറിയെന്നും അവിടെ വെച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് പുതിയ ജീവിതം ആരംഭിച്ചെന്നും പോലീസ് കണ്ടെത്തി. ഒരു ഇൻസ്റ്റഗ്രാം റീൽ ഒരു വ്യക്തിയുടെ ഇരട്ട ജീവിതം പുറത്തു കൊണ്ടുവന്ന സംഭവം പോലീസ് ഉദ്യോഗസ്ഥരെയും ഞെട്ടിച്ചു. ഒരു വ്യക്തി തന്റെ ജീവിതം സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിച്ചപ്പോൾ അത് തന്റെ ആദ്യ ഭാര്യയിലേക്ക് എത്തുമെന്ന് അയാൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ജിതേന്ദ്രയെ കസ്റ്റഡിയിലെടുത്തതായി സാൻഡില സർക്കിൾ ഓഫീസർ സന്തോഷ് സിംഗ് സ്ഥിരീകരിച്ചു. ഇയാൾക്കെതിരെ പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തന്റെ രഹസ്യ ജീവിതം പൊതുസമൂഹത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് ജിതേന്ദ്രയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചത്. ഈ സംഭവം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ ട്രാക്കിങ്ങിന്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ജിതേന്ദ്രയുടെ കാര്യത്തിൽ ഒരു റീലാണ് അയാളുടെ രഹസ്യ ജീവിതം പുറത്തു കൊണ്ടുവരാൻ ഷിലുവിനെ സഹായിച്ചത്. ഇത്തരത്തിലുള്ള കേസുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കുറ്റവാളികളെ കണ്ടെത്താൻ നിയമപാലകരെ സഹായിക്കും. ജിതേന്ദ്രയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. ലുധിയാനയിലെ ജീവിതത്തെക്കുറിച്ചും രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ജിതേന്ദ്രയുടെ കുടുംബത്തിന്റെ പങ്ക് ഈ വിഷയത്തിൽ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഷിലുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാനസികമായി വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. 7 വർഷം കാത്തിരുന്ന ഭർത്താവ് മറ്റൊരാളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. ഈ സംഭവത്തിൽ ഷിലുവിന് നീതി ലഭിക്കാനുള്ള എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പോലീസ് ഉറപ്പു നൽകി. ഈ സംഭവം കുടുംബ ബന്ധങ്ങളുടെയും വിശ്വാസത്തിന്റെയും പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചു. സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം ആരംഭിക്കുന്നത് നിയമപരമായ കുറ്റമാണ്. കൂടാതെ അത് ആദ്യ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിക്ക് വലിയ മാനസിക വേദന ഉണ്ടാക്കും. സമൂഹ മാധ്യമങ്ങൾ വ്യക്തി ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും തങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യം ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ജിതേന്ദ്രയുടെ അനുഭവം ഒരു പാഠമാണ്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ഓരോ വിവരങ്ങളും തന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുകയെന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. ഈ കേസിൽ സോഷ്യൽ മീഡിയയാണ് കുറ്റവാളിയെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചത്. ഷിലുവിന്റെ ധീരമായ നീക്കവും പോലീസിന്റെ സഹായവുമാണ് ഈ വിഷയത്തിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത്. നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ജിതേന്ദ്ര പോലീസ് കസ്റ്റഡിയിലായിരിക്കും. ഷിലുവിന് നീതി ലഭിക്കുന്നതുവരെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പോലീസ് ഉറപ്പു നൽകി. ഈ സംഭവം സമൂഹത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്.